5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. എല്ലാ വർഷവും നിന്റെ അച്ഛനാ വിത്തെടുത്ത് കൊച്ചുകുമരിച്ചേട്ടനെ കൊടുക്കുന്നത്. കൊച്ചുകുമരിച്ചേട്ടൻ വിതച്ച 100 മേനി കൊയ്യുമെന്നാ. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളതല്ലേ? ഇത്തവണ 100 മേനിയല്ല 1000 മേനി കൊയ്യും. ഞാനല്ലേ വിത്തെടുത്ത് കൊടുക്കുന്നത്. ആര് തരുന്നു എന്നുള്ളതിലല്ല മോനെ, കണ്ടത്തിന്റെ സ്വഭാവം അറിഞ്ഞ് മനസ്സോടെ വിത്തെറിയുമ്പോഴാ 100 1000 ഒക്കെ കൊയ്യാൻ പറ്റുന്നത്. അല്ല, ബാലമാഷ് എന്താ വരാത്തത്? അതെ, കൊച്ചുകുമരിച്ചേട്ട ഇപ്പൊ ഈ കണ്ടവും പാടവും എന്റെ മോന്റെ അരവിന്ദന്റെ പേരിലല്ലേ? അപ്പൊ ഇവൻ തന്നെ ഈ വർഷം വിതയ്ക്കണമെന്ന് മാഷിനൊരു നിർബന്ധം. എന്നാലും വിത്ത് വിതയ്ക്കാൻ നേരം മാഷിന് വരായിരുന്നു. ഞാൻ പറഞ്ഞതാ ചേട്ടാ, ഇനിയെല്ലാം അരവിന്ദ് ഏറ്റെടുക്കണമെന്ന് മാഷിന് ഒരേ വാശി. ഞാൻ എന്ത് ചെയ്യുന്നേ? വിത്ത് വിതയ്ക്കാനും അത് കൊയ്യാനും ഞങ്ങളെപ്പോലെ കുറച്ചു പേരല്ലേ ഈ കുട്ടനാടുള്ളൂ. പാടവും പറമ്പും ഒന്നും ഇപ്പൊ ആർക്കും വേണ്ടല്ലോ. കൊച്ചുമരിച്ചേട്ട, സൂര്യൻ ഉച്ചയിലെത്തുന്നതിന് മുമ്പ് നമുക്കങ്ങ് വിത്ത് വിതച്ചാലോ? ആ, അങ്ങനെയാ വേണ്ടത്. വിത്തെടുത്തോളൂ. ബാല, നിന്നെ ഈ വരമ്പിലൂടെ നടത്തിച്ചതും പാടത്തെ ചേറിൽ ഇറക്കിയതും ഞാനല്ലടാ. വിതയ്ക്കാൻ നേരത്ത് നീ ഇല്ലാന്നറിഞ്ഞപ്പോ ഞാൻ മാത്രമല്ല, നമുക്ക് അന്നം തരുന്ന ഈ കണ്ടവും നിന്നെ കാത്തിരുന്നിട്ടുണ്ടാവും. കൊച്ചേട്ടാ, ആയിരപ്പറ കണ്ടം അപ്പനപ്പൂപ്പന്മാരായിട്ട് കൈമാറി വന്നതാ. ഈ കണ്ടത്തിലൊരു വിത്ത് വീഴണമെങ്കിൽ അത് ഞാൻ അറിഞ്ഞിട്ട് വേണം. ഈ കണ്ടത്തിലെ ചേറും ചെളിയും ചൂരും കുട്ടിക്കാലം മുതൽ അനുഭവിച്ചവനാ ഞാൻ. ഞാൻ അറിയാതെ ഈ കണ്ടത്തിൽ വിത്തെറിയാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ആയിരപ്പറ കണ്ടത്തിൽ ഈ വർഷം വിത്ത് വിതയ്ക്കുന്നത് എന്റെ മോനാ, അല്ല മാഷിന്റെ മൂത്ത മോൻ, ഈ പാടത്തിന്റെ അവകാശി അരവിന്ദ്. അവകാശിയോ? ഇവനെ ഞാൻ മോനായിട്ട് പോലും കരുതിയിട്ടില്ല. പിന്നെ എങ്ങനെയാടി അവകാശിയാവുന്നത്? ആയിരപ്പറ കണ്ടത്തിൽ ഈ വർഷം എന്നല്ല, ഇനി എല്ലാ വർഷവും വിത്തെറിയുന്നത് എന്റെ ചാരുമോളായിരിക്കും. എന്റെ മോനുള്ളപ്പോ അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണോടി? നാട്ടിലെല്ലാവരുടെയും വിശപ്പടക്കാൻ വേണ്ടിയാ വിത്തെറിഞ്ഞ് സ്വർണ്ണപ്പാടങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ആയിരപ്പറക്കാരുടെ പാരമ്പര്യ. വിതയ്ക്കുന്ന ഓരോ വിത്തിലും ജീവൻ വേണം. അതുണ്ടെങ്കിലേ കതിരായി വന്ന് കൊയ്യാൻ പറ്റൂ. ആ ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ച നീയും നിന്റെ അമ്മയും ഒരുപിടി വിത്തെടുത്തെറിഞ്ഞാൽ വരണ്ടു പോവും ഈ പാടവും നാടും. എടാ ബാല, എല്ലാ വർഷത്തെയും പോലെ നീ വിത്തെടുത്ത് താടാ. വിതയ്ക്കാൻ എന്റെ കൈ ധരിച്ചുകൊണ്ടിരിക്കുക. എന്റെ കുട്ടിക്കാലത്ത് നിന്റെ അച്ഛൻ എന്റെ കൈകളിലേക്ക് തന്ന ആ വിത്ത് വിതച്ചു തുടങ്ങിയതാണ്. എന്നാ ഈ പ്രാവശ്യം അങ്ങനെയല്ല കൊച്ചേട്ടാ. എന്റെ മരുമകള് ചാരുവായിരിക്കും വിത്തെടുത്തു തരുന്നത്. സന്തോഷം ബാല. മോളെ,
ഐശ്വര്യമായിട്ട് അന്നലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വിത്തെടുത്തതാ. മോളെ ഉച്ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ? എടുത്തു കൊടുക്ക് മോളെ, എടുത്തു കൊടുക്ക്. അവിടെ വെച്ചോ. കൊടുക്ക് മോളെ. മാഷേ, വിതച്ചോ. ആ കതിര് 100 മേനിയായാലും 1000 മേനിയായാലും കൊയ്യുന്നത് എന്റെ മോനായിരിക്കും. വാടാ.